ഐ ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് എർത്ത്, മൂൺ ആൻഡ് ദ സൺ എന്ന ചാപ്റ്റർ പഠിക്കാം. കുറച്ച് പേര് ചോദിച്ചിരുന്നു കമന്റിൽ ഈ ചാപ്റ്റർ എടുക്കാമോ എന്ന്. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഈ ചാപ്റ്റർ പഠിക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. എന്താണ്? വൺ മോർണിംഗ് ഇൻ കന്യാകുമാരി, 12-year-old രശ്മിക വാസ് ഈഗർലി സൈക്ലിംഗ് ടു സ്കൂൾ. അപ്പോൾ ഒരു ദിവസം കന്യാകുമാരിയില് ഒരു 12-year-old, പേരെന്താണ്? രശ്മിക കേട്ടോ. രശ്മിക വളരെ എക്സൈറ്റഡ് ആയിട്ട് സ്കൂളിലോട്ട് പോവുകയാണ്. എന്തിനാണ് അത്ര എക്സൈറ്റഡ് ആയിട്ട് സ്കൂളിലോട്ട് പോകുന്നത്? എന്താന്ന് വെച്ചാല് അന്നത്തെ ദിവസം അവരുടെ സയൻസ് ടീച്ചർ പറഞ്ഞിരുന്നു, എല്ലാ സ്റ്റുഡൻസും അവരുടെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്സർവേഷൻ എന്ത് ചെയ്യുക, അത് ഷെയർ ചെയ്യുക, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ആള്. നമ്മളാണെങ്കിൽ ഇത്ര എക്സൈറ്റഡ് ആവുമോ? ആകുന്നവരും ഉണ്ടല്ലേ. കുറച്ച് പേരെന്താകും, അന്നത്തെ ദിവസം വേണമെങ്കിൽ സ്കൂളിൽ പോകാതെ ഇരിക്കും അല്ലേ. എന്ത് ഒബ്സർവേഷൻ, ഞാനൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയും അല്ലേ. പക്ഷെ രശ്മിക ഇവിടെ എക്സൈറ്റഡ് ആവാൻ കാരണമുണ്ട്. അവൾ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് അവൾ കണ്ടുപിടിച്ച ആ ഒരു ഒബ്സർവേഷൻ? അത് നമുക്ക് നോക്കാം. രശ്മിക ഹാഡ് ബീൻ നോട്ടീസിങ് ദാറ്റ് the coconut tree shadows were long in the morning but shorter in the afternoon on her way back. അതായത് അവള് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒരുപാട് കോക്കനട്ട് ട്രീ കണ്ടോ, കോക്കനട്ട് ട്രീ ഒക്കെ ഉള്ള ഒരു സ്ഥലത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ അവള് രാവിലെ പോകുന്ന സമയത്ത് ഇതിന്റെ ആ ഒരു നിഴലുണ്ടല്ലോ, ഷാഡോ ഉണ്ടല്ലോ, വളരെ ലോങ് ആയിട്ട് തോന്നും. എന്നാൽ സ്കൂൾ വിട്ട് ആഫ്റ്റർനൂൺ അവൾ വീട്ടിലോട്ട് പോകുമ്പോൾ ഇത് ഷോർട്ടർ ആയിട്ട് തോന്നും. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? അതാണ് അവളുടെ ഒബ്സർവേഷൻ. അതുപോലെ അവള് വിചാരിച്ചു, എന്താണ് ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് അവളിങ്ങനെ വിചാരിച്ചപ്പോൾ അവൾ വിചാരിച്ചു, ചിലപ്പം എന്താണ് ആ സണ്ണ് അല്ലെ, നമ്മുടെ സണ്ണ് മൂവ് അക്രോസ് ദ സ്കൈ ഡ്യൂറിങ് ദ ഡേയില് സണ്ണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് അവൾ വിചാരിച്ചത്. പെട്ടെന്ന് അവൾ ഓർത്തു, നമ്മള് ഗ്രേഡ് 6 പഠിച്ചിട്ടുണ്ടല്ലോ, സണ്ണ് മൂവ് ചെയ്യില്ല, പകരം ആരാണ് മൂവ് ചെയ്യുന്നത്? എർത്ത് മൂവ്ഡ് അറൗണ്ട് ദ സണ്ണാണ് അല്ലെ. അപ്പൊ ഇതെന്താ, രണ്ടും കൂടെ അവർക്ക് അങ്ങൊരു കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാം, ആ കൺഫ്യൂഷൻ നമുക്ക് തീർത്തു കൊടുക്കാൻ പറ്റുമോ എന്ന്. ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്ക് നോക്കാം റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതെങ്ങനെയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ വണ്ടർഡ് വൈ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ഇപ്പം അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സ്കൂൾ പാർക്കിലോ അല്ലെങ്കിൽ നമ്മുടെ പാർക്കിലൊക്കെ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ, മെരിഗോ റൗണ്ട് അല്ലെ. അപ്പൊ അതില് കയറി ഒന്നിരിക്കുക. എന്നിട്ട് ആരോടെങ്കിലും അതൊന്ന് റൗണ്ട് ഒന്ന് കറക്കി വിടാൻ പറയാം കേട്ടോ. ആന്റി ക്ലോക്ക് വൈസിൽ കറക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങളിപ്പോൾ അതിനകത്തിരിക്കുന്നു, അതിന് ചുറ്റുമുള്ള വസ്തുക്കൾ, മരമാണ്, ബിൽഡിങ്, എന്തെങ്കിലും ആവട്ടെ, അതെല്ലാം കറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അല്ലേ. സത്യത്തിൽ അവർ കറങ്ങുന്നുണ്ടോ? ഇല്ല, നിങ്ങളാണ് കറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ആന്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ അതെങ്ങോട്ട് കറങ്ങുന്നതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ജസ്റ്റ് നിങ്ങളൊന്ന് ഇരുന്ന് നോക്കൂ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടാണ് കറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. സത്യത്തില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരം നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കുക, എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറങ്ങി നോക്കുമ്പോൾ ആ മരം എന്താണ്, നിങ്ങളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. സത്യത്തിൽ ആ മരം കറങ്ങുന്നുണ്ടോ? ഇല്ല, പകരം ആരാണ് കറങ്ങുന്നത്? നിങ്ങളാണ് കറങ്ങുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാനായിട്ട് ഈ മെരിഗോ റൗണ്ടിനെ നമുക്ക് എർത്തായിട്ട് സങ്കല്പിക്കാം കേട്ടോ. എർത്താണ് മെരിഗോ റൗണ്ട്. നമ്മൾ എർത്തിൽ നിന്ന് നോക്കുന്നു. ഇപ്പൊ മെരിഗോ റൗണ്ടിൽ കയറി നിങ്ങൾ ഇരിക്കുന്നത് പോലെ എർത്തിൽ നിന്നാണ് നമ്മൾ സണ്ണിനെ നോക്കുന്നത്. അപ്പൊ സൺ എന്താണ്, നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. സത്യത്തിൽ ആരാണ് അവിടെ അത് സ്പിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്? അത് നമ്മുടെ എർത്താണ്. ഇപ്പൊ ലൈക്ക് നമ്മുടെ ഇതുപോലെ ടോപ്പ്, ഫാന്, അല്ലെങ്കിൽ സ്പിന്നിങ് ഓഫ് ബോള്, ഇവരൊക്കെ സ്പിൻ ചെയ്യുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? നടുക്കൂടെ ഒരു ആക്സിസ് നമുക്ക് പോകുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാം. അതിന് ചുറ്റുമാണ് അവരിങ്ങനെ കറങ്ങുന്നത് അല്ലെ, അവർ സ്വന്തമായി കറങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ഇൻ എ സിമിലർ മാനർ ദ എർത്ത് ഓൾസോ സ്പിൻസ് അല്ലെങ്കിൽ റൊട്ടേറ്റ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഇൻ ദ സ്പേസ്. ക്ലിയർ ആയോ? എർത്ത് അതിന്റെ ആ ഒരു ആക്സിസിൽ അറൗണ്ട് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്പിൻ ചെയ്യുന്നു. ഇതുപോലെ നമ്മുടെ ഫാൻ കറങ്ങുന്നത് പോലെ. ക്ലിയർ ആവുന്നുണ്ടോ?
ഇനി നമ്മുടെ എർത്തിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഏതുവഴിയാണ് പാസ് ചെയ്യുന്നത്? ഇറ്റ് പാസസ് ത്രൂ ഇറ്റ്സ് ജിയോഗ്രഫിക് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. നോർത്ത് പോൾ ഇതാ ഈ ഒരു പിക്ചർ നന്നായിട്ട് നോക്കൂ, ഇതാണ് നമ്മുടെ നോർത്ത് പോൾ. നിങ്ങൾക്ക് അറിയാവോ? ഇല്ലെങ്കിൽ ഇപ്പൊ അറിഞ്ഞിരിക്കുക, നോർത്ത് പോള് ആ സൗത്ത് പോള്. ഈ നോർത്ത് പോളിനെ സൗത്ത് പോളിനെ കണ്ടോ, അതിലൂടെയാണ് നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, എർത്തിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പാസ് ചെയ്യുന്നത്. ഇനി എങ്ങോട്ടാണ് അത് മൂവ് ചെയ്യുന്നത്? ഇനി എർത്ത് ഒരു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ പൂർത്തീകരിക്കാൻ എത്ര ടൈം എടുക്കും? 24 hours. അതായത് 1 day അല്ലേ, നമ്മുടെ 24 hours. ദ എർത്ത് കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ ഇൻ അബൌട്ട് 24 hours. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് എന്താണ്? എർത്ത് ഓൾസോ സ്പിൻ ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഇൻ ദ സ്പേസ്. അതുപോലെ തന്നെ ദ എർത്ത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ പാസസ് ത്രൂ ഇറ്റ്സ് ജിയോഗ്രഫിക് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. ദ എർത്ത് കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ ഇൻ അബൌട്ട് 24 hours. മറക്കില്ലല്ലോ. ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്ലോബ് അറിയാം അല്ലെ? നമ്മുടെ സ്കൂളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ദ ഗ്ലോബ് കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഗ്ലോബ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ യൂസ് എ ഗ്ലോബ് ടു റെപ്രസെന്റ് ദ എർത്ത്. എർത്ത് എന്താണ്? ഒരു ഗ്ലോബ് ആയിട്ട് നമ്മൾ ഗ്ലോബ് എടുക്കുകയാണ് എർത്തിന്റെ. പ്ലേസ് എ സ്മോൾ സ്റ്റിക്കർ ടു മാർക്ക് യുവർ ലൊക്കേഷൻ. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ലൊക്കേഷൻ മാർക്ക് ചെയ്യാം. ഇതാ ഇവിടെ സ്റ്റിക്കർ ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത്? എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഈ ഗ്ലോബിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം. എർത്ത് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഒരു ഇമാജിനറി ആക്സിസ് ഉണ്ട് അല്ലെ? എന്താണ് ആക്സിസിന് പറയുന്നത്? എർത്ത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇതൊരു ഇമാജിനറി ലൈൻ ആണ് കേട്ടോ. എന്താ ഈ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ? റൊട്ടേഷൻ ഇസ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ഇൻ വിച്ച് all its part move in a circles around an imaginary line that passes through it. അതായത് നിങ്ങൾ ഈ കോമ്പസ് വെച്ചിട്ട് സർക്കിൾ വരയ്ക്കില്ലേ? അപ്പോൾ ഒരു ഇമാജിനറി ലൈൻ ഉണ്ടെന്ന് നമ്മൾ ഇങ്ങനെ, അത് അല്ലെങ്കിൽ ഒരു പമ്പരം കറങ്ങുമ്പോൾ നടുക്കൂടെ ഒരു ഇമാജിനറി ലൈൻ അല്ലെ? അതുപോലെ തന്നെയാണ് എർത്തിന് ഒരു ഇമാജിനറി ലൈൻ ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക. അതിന് ചുറ്റുമാണ് ഈ സർക്കിൾ ആയിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഇമാജിനറി ലൈൻ ആണ് എർത്ത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ആക്ടിവിറ്റിയിലോട്ട് വരാം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലൊക്കേഷൻ എന്താണ് ഇവിടെ ഒരു സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. എങ്ങനെയാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്? ആ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷൻ അല്ലേ? വെസ്റ്റിൽ നിന്നും ഈസ്റ്റ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ, അതായത് ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അപ്പൊ നിങ്ങളുടെ ഈ ഒരു സ്റ്റിക്കർ അല്ലെ മൂവ് ചെയ്യും അല്ലെ? ആ മൂവ് ചെയ്ത് കറക്റ്റ് ആയിട്ട് അത് അതിന്റെ ഒറിജിനൽ പൊസിഷൻ, ആദ്യത്തെ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? അതിനെയാണ് കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ എർത്തെടുക്കുന്ന ആ ഒരു ടൈം എത്രയാണ്? 24 hours. ഓക്കെ, മനസ്സിലായോ? ഹൗ യുവർ ലൊക്കേഷൻ ടേൺസ് അറൌണ്ട് ആൻഡ് ഫൈനലി കംസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ കംപ്ലീറ്റിംഗ് വൺ റൊട്ടേഷൻ. അത് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? എങ്ങനെയാണ് ഒരു ഡേയും നൈറ്റും ഉണ്ടാവുന്നതെന്ന്. അത് ഈ ആക്ടിവിറ്റിയിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്കറിയാം, സൺറൈസ് ആകുമ്പോൾ എന്താണ്? ഒരു ഡേ ആകും അല്ലെ? അത് കഴിയുമ്പോൾ നൈറ്റ് ആകുമ്പോൾ എന്താണ്? സൺസെറ്റ് ആകും. അതായത് അവിടെ നമുക്ക് ലൈറ്റ് ഒന്നുമില്ല, നമ്മുടെ ഇരുട്ടാണ് അല്ലെ? അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്താണ്? ഒരു സണ്ണ് ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് നമ്മളിവിടെ ടോർച്ച് എടുത്തിരിക്കുന്നത്. ഇതെന്താണ്? ഗ്ലോബ് ആണ്. ഗ്ലോബ് ഇവിടെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എർത്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ടോർച്ച് എന്തിനാണ് എടുത്തിരിക്കുന്നത്? സണ്ണിനെ റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ സൺ എന്താണ്? ഫിക്സഡ് ആണ് അല്ലെ? ഒരു സ്ഥലത്ത് ഫിക്സ് ആയിട്ട് നിൽക്കുകയാണ്. നമുക്കറിയാം റൊട്ടേറ്റ് ചെയ്യുന്നത് ആരാണ്? എർത്താണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഫിക്സ് ചെയ്തു, അവിടെ നിർത്തി. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഈ പ്രകാശം, ഈ ഒരു ലൈറ്റ് വീഴുന്ന ഭാഗം എന്താണ്? ഡേ ആണ് അല്ലെ? അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗം എന്താണ്? നൈറ്റ് ആണ്. ക്ലിയർ ആയോ? വളരെ എളുപ്പമല്ലേ ഈ ഒരു കാര്യം പറഞ്ഞത്? അപ്പൊ നമുക്ക് ഈ ഗ്ലോബ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് എന്താണ്? ഡേ ആകും. ആ ഭാഗത്തുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള രാജ്യങ്ങളൊക്കെ അവിടെ എന്താണ്? ഡേ ആകും. അതിന്റെ ഓപ്പോസിറ്റ് ഭാഗം എന്താണ്? നൈറ്റ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് ദ ഡേ ടൈം ഇൻ ദാറ്റ് ഹാഫ് ഓഫ് ദ ഗ്ലോബ് വിച്ച് റിസീവ് ലൈറ്റ് ആൻഡ് നൈറ്റ് ടൈം ഇസ് ദ അതർ ഹാഫ്. ഇനി നമ്മൾ ഇന്ത്യ എടുക്കാന്ന് വിചാരിക്കാം. ഇൻ ഇന്ത്യ സൺറൈസ് ഫസ്റ്റ് ഒക്കേഴ്സ് ഇൻ ദ ഈസ്റ്റേൺ പാർട്ട്, ദെൻ ഇൻ അതർ പാർട്സ് അല്ലെ? ഇപ്പൊ
ഇപ്പൊ നിങ്ങൾ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഗ്ലോബിൽ നോക്കുമ്പോൾ റൊട്ടേറ്റ് ദ ഗ്ലോബ് ഇൻ വൺ ഡയറക്ഷൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിങ്ങൾ നോക്കുക. അപ്പൊ ഏത് ഡയറക്ഷനിലാണ്, അതായത് നമുക്ക് ആ ഒരു ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലാണ് ഫസ്റ്റ് എന്താണ് ലൈറ്റ് വരേണ്ടത് അല്ലെ, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ എർത്ത് എങ്ങോട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യേണ്ടത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. നമുക്കറിയാം എർത്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ദാ ഈ പിക്ചർ നോക്കൂ, വെസ്റ്റ് ടു ഈസ്റ്റ്, അങ്ങനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എർത്ത് ഇവിടെ ഗ്ലോബ് നമുക്ക് അതുപോലെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ്. എങ്ങനെ? വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാണ്. ക്ലിയർ ആയോ? അപ്പോ ഈ ലൈറ്റ് വരുന്ന ഭാഗത്ത് ആദ്യം ആരായിരിക്കും എത്തിച്ചേരുന്നത്? ഇവിടുന്ന് ഇങ്ങനെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ലൈറ്റ് വരുന്ന ഭാഗത്ത് ഈ വെസ്റ്റ് ആണോ ആദ്യം വരുന്നത്, ഈസ്റ്റ് ആണോ ആദ്യം വരുന്നത്? ഈസ്റ്റ് ആണ് ആദ്യം വരുന്നത് അല്ലെ. അതാണ് നമ്മൾ പറഞ്ഞത്, ആദ്യം എവിടാണ് സൺറൈസ് കാണുന്നത്? ഈസ്റ്റിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സൺറൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന്. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്തിരിക്കുക, സൺറൈസ് ഒക്കേഴ്സ് ആസ് യുവർ ലൊക്കേഷൻ മൂവ്സ് ഇൻ ടു ദ ലൈറ്റ് ആൻഡ് സൺസെറ്റ് ഒക്കേഴ്സ് ആസ് ഇറ്റ് മൂവ്സ് ഇൻ ടു ദ ഡാർക്ക്നെസ്. ക്ലിയർ ആയോ? ദ എർത്ത് റൊട്ടേഷൻ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് കോസസ് ദ ഡേ നൈറ്റ് സൈക്കിൾ. എന്തുകൊണ്ടാണ് ഡേ നൈറ്റ് സൈക്കിൾ വരുന്നത്? എർത്ത് റൊട്ടേഷൻ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് കോസ്റ്റ് ദ ഡേ നൈറ്റ് സൈക്കിൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. ക്ലിയർ ആയോ? ദാ ഈ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും ക്ലിയർ ആകും. ദാറ്റ് സൈഡ് ഫേസിംഗ് ദ സൺ എക്സ്പീരിയൻസസ് ദ ഡേ ടൈം. ഓക്കെ അല്ലേ? വൈൽ ദ അതർ സൈഡ് ഡാർക്ക് എക്സ്പീരിയൻസസ് നൈറ്റ് ടൈം. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദാ നിങ്ങളാണ് ഈ കുട്ടിയുടെ സ്ഥാനത്തെന്ന് വിചാരിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങളിപ്പോ എവിടാണ് നിൽക്കുന്നത്? നിങ്ങൾ ഇമാജിൻ ചെയ്യുക, യു ആർ സ്റ്റാൻഡിങ് ഓൺ ദ ഇക്വേറ്റർ ഓൺ ദ എർത്ത്. മനസ്സിലായോ? എവിടാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്? ഈ നടുക്കൂടെ പോകുന്ന ഭാഗമാണ് ഇക്വേറ്റർ. ഇതെന്താണ്? നോർത്ത് പോള്, സൗത്ത് പോള്, ഇക്വേറ്റർ. മറക്കല്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എവിടാണ് നിൽക്കുന്നത്? നമ്മളിപ്പോ ഇക്വേറ്ററിലാണ് നിൽക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സണ്ണ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയേണ്ടത്. നമ്മൾ പറഞ്ഞു അല്ലെ, പ്രകാശം വരുന്ന ഭാഗം എന്താണെന്ന് പറഞ്ഞു, അവിടെയാണ് ഡേ എന്ന് പറഞ്ഞു. നമ്മുടെ ആ പ്രകാശം ഇല്ലാത്ത ബാക്ക് ഭാഗം എന്താണ്? നൈറ്റ്. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി കുറച്ചും കൂടെ നമ്മൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സൺ എങ്ങനെയാണ് സണ്ണ് റൊട്ടേറ്റ് ചെയ്യുന്നില്ലല്ലോ, സണ്ണിന്റെ പ്രകാശം എങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്? നമ്മൾ നിൽക്കുന്നത് എർത്തിന്റെ ഇക്വേറ്ററിലാണ് നിൽക്കുന്നത്. ഇനി എങ്ങോട്ട് ഫേസ് ചെയ്താണ് നിൽക്കുന്നത്? നമ്മൾ നോർത്തിലോട്ട് ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. നോർത്തിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഡയറക്ഷൻ അറിയാമല്ലോ, നമുക്ക് അറിയാം അല്ലെ. നമ്മുടെ നോർത്തിലോട്ടാണ് നമ്മൾ ഡയറക്ഷൻ നമ്മൾ നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡ് ഏതായിട്ട് വരും? നമ്മുടെ റൈറ്റ് സൈഡ് ഈസ്റ്റ് ആയിട്ട് വരും. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഏതായിട്ട് വരും? നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡ് വെസ്റ്റ് ആയിട്ട് വരും. ബാക്ക് ഭാഗം ഏതാണ്? സൗത്ത് ആയിട്ട് വരും. അത് ക്ലിയർ ആണല്ലോ? ഇത് കറക്റ്റ് ആയിട്ട് എപ്പോഴും ഓർത്തിരിക്കുക. എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് നോക്കുക. ക്ലിയർ ആകുന്നുണ്ടല്ലോ പറയുന്നത്? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടാണ് നോക്കി നിൽക്കുന്നത്? നമ്മൾ ഇക്വേറ്ററിൽ നിന്നുകൊണ്ട് നമ്മൾ എവിടാണ്? നോർത്തിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഇനി എന്താണ്? ഇത് റൊട്ടേറ്റ് ചെയ്യുകയാണല്ലേ. ആരാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? എർത്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സൺ ഒരു ഫിക്സഡ് പൊസിഷനിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ സണ്ണിനെയാണ് ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. നമുക്കറിയാം നമ്മുടെ എർത്ത് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷൻ. ആ ഡയറക്ഷൻ ഒന്നും മറക്കല്ലേ കേട്ടോ. അതും നമുക്കറിയാം. ഇനി നമുക്ക് നോക്കാം. ആദ്യത്തേത്, ഒന്നാമത് എന്താണ് ചെയ്യുന്നത്? ഈ കുട്ടി തന്നെ പറയണേ, ഐ ആം ഫേസിങ് നോർത്ത് ആൻഡ് മൈ ബാക്ക് ഈസ്റ്റ് ടു ദ സൗത്ത്. അറിയാമല്ലോ നമ്മളിപ്പോ പറഞ്ഞതിന്. അപ്പൊ നമ്മുടെ ആ കുട്ടിയുടെ റൈറ്റ് സൈഡ് എവിടെ ആയിരിക്കും? റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈസ്റ്റിലായിരിക്കും. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് വെസ്റ്റിലായിരിക്കും. അപ്പോ സൺ എവിടെ ആയിരിക്കും കുട്ടിയുടെ കാണുന്നത്? അതെ, സണ്ണ് കാണുന്നത് കുട്ടിയുടെ ഈസ്റ്റ് സൈഡ്. അപ്പൊ ഇതെന്താണ്? ഇത് മോർണിംഗ് ആണ് അല്ലെ. മോർണിംഗിൽ സൺ എവിടാണ് കാണുന്നത്? ഈസ്റ്റിലാണ് കാണുന്നത്. അറിയാമല്ലോ, സൺ എവിടാണ് റൈസ് ചെയ്യുന്നത്? ഈസ്റ്റിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ്? നമ്മൾ നോർത്തിലോട്ട് നോക്കി നിൽക്കുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ആദ്യം സണ്ണിനെ ഫേസ് ചെയ്യുന്നത് ഏത് ഭാഗമാണ്? ഈസ്റ്റ് ഭാഗമാണ്. നമ്മൾ പഠിച്ചു. ഇപ്പൊ ഈ കുട്ടിയുടെ കേസ് എടുക്കുമ്പോൾ കുട്ടി നോർത്തിലോട്ട് നോക്കി നിൽക്കുന്നു. കുട്ടിയുടെ റൈറ്റ് സൈഡ് ഈസ്റ്റ് ആണ്. അപ്പൊ കുട്ടിയുടെ ഏത് ഭാഗത്തായിട്ടായിരിക്കും സണ്ണ് വരുന്നത്? റൈറ്റ് സൈഡിലായിരിക്കും. അപ്പൊ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് മോർണിംഗ് ആണ്. റൈറ്റ് സൈഡിൽ സണ്ണ് വരുമ്പോൾ അത് എവിടാണ്? രാവിലെയാണ്.
ക്ലിയർ ആയോ? ഒരു ഭാഗം ക്ലിയർ ആയോ? ഇനി ഈ കുട്ടിയുടെ കാലല്ലേ ഇവിടെ നിൽക്കുന്നത്, അതായത് നമ്മളെ എർത്തിലല്ലേ നിൽക്കുന്നത്. അപ്പൊ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മളും കൂടെ റൊട്ടേറ്റ് ചെയ്യുമല്ലേ ചെയ്യുന്നത്. സണ്ണ് ഫിക്സഡ് ആയിരിക്കും അല്ലെ. ഇപ്പൊ നിങ്ങൾ മെരിഗോ റൗണ്ടിനെ ഒരു എന്താണ് എർത്തായിട്ട് സങ്കല്പിക്കുകയാണ്. നിങ്ങൾ കറക്റ്റ് നോർത്തിലോട്ട് തന്നെ അതിൽ നോക്കി നിൽക്കുകയാണ്. അപ്പൊ അതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് അല്ലെ. ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ആളെ തന്നെ ഒരു സൺ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതിന്റെ കൂടെ തന്നെ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. അതുപോലെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങളുടെ പൊസിഷനും എന്ത് ചെയ്യും? മാറും അല്ലെ. ഇപ്പൊ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങളിത് ഈ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എറൗണ്ട് നൂണായി അല്ലെ, ഉച്ചയായി. അപ്പൊ നിങ്ങൾ എന്താണ് ഇവിടാണ് വന്ന് നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ എവിടെയാണ് സണ്ണ് നിൽക്കുന്നത്? സണ്ണ് ഓവർ മൈ ഹെഡ്, അതായത് തലയുടെ ഭാഗത്തായിട്ടാണ് സണ്ണ് നിൽക്കുന്നത്. അപ്പൊ ഉച്ച സമയത്ത് നമ്മുടെ എവിടെയായിരിക്കും സണ്ണ് നിൽക്കുന്നത്? നമ്മുടെ തലയുടെ മുകളിലായിട്ട്. അങ്ങനെ നമ്മുടെ സണ്ണിന്റെ റൊട്ടേഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ എവിടായി? ഈ ഭാഗത്തായി, അതായത് ഈവനിങ് ആയി. ഈവനിങ് ആകുമ്പോൾ നമ്മളുടെ ഏത് ഭാഗത്തായിട്ടാണ് സണ്ണ് വരുന്നത്? ഒരു വെസ്റ്റ് ഭാഗത്ത് അല്ലെ, നമ്മുടെ വെസ്റ്റ് ഭാഗത്തായിട്ടാണ്, അതായത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സണ്ണ് വരുന്നത്. വെസ്റ്റ് സൈഡായി. അപ്പൊ എന്തായി? നമ്മുടെ കണ്ണിൽ നിന്നും സണ്ണ് ഇങ്ങനെ മറഞ്ഞുകൊണ്ടേ പോയി അല്ലെ, ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ മറഞ്ഞുകൊണ്ടേ പോകുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നില്ല? സണ്ണിനെ കാണാൻ പറ്റുന്നില്ല. പകരം സ്റ്റാർസ് ഒക്കെ വന്നു തുടങ്ങി. സ്കൈ എന്തായി? നൈറ്റ് സ്കൈ ആയി അല്ലേ. ഇപ്പൊ ക്ലിയർ ആയോ ഇങ്ങനെയാണ് ആ ഒരു ദിവസം കടന്നു പോകുന്നതെന്ന്? ഓക്കെ. അതാണ് നമ്മൾ ഈ ഒരു പിക്ചർ, ഈ റെപ്രസെന്റേഷനിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് മോർണിംഗില് സണ്ണ് നമ്മുടെ റൈറ്റ് സൈഡ്, അതായത് ഈസ്റ്റ് സൈഡിൽ കാണപ്പെടുന്നു. പിന്നെന്താണ്? ആഫ്റ്റർനൂണില് നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ട്, നമ്മുടെ മുകളിലായിട്ട് കാണപ്പെടുന്നു. പിന്നെ ഈവനിങ് ഒക്കെ ആവുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റിലേക്ക് പോയി മറയുന്നു. അതായത് സൺ നമ്മുടെ സെറ്റ് ആവുന്നു അല്ലെ. പിന്നെ നമുക്ക് എന്താണ്? പിന്നെ റൊട്ടേഷൻ തുടങ്ങുമ്പോൾ നമ്മുടെ നൈറ്റിലേക്ക് വരുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ എങ്ങനെയാണ് ഒരു ഡേ ആൻഡ് നൈറ്റ് വരുന്നതെന്ന് മനസ്സിലായോ? Due to the rotation of the earth, the sun appears to rise in the eastward direction, move across the sky from the east to the west and set in the westward direction. Then the night begins and stars become visible in the sky. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ എർത്ത് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് സണ്ണ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ. ഇനി അതുപോലെ സ്റ്റാർസ്, നമ്മുടെ നൈറ്റിൽ കാണുന്ന സ്റ്റാർസ് മൂവ് ചെയ്യുന്നത് പോലെ തോന്നാറുണ്ടോ എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ? യെസ്, തോന്നാറുണ്ട് അല്ലേ. ലെറ്റ് us look at the stars in the night sky to see the effect of earth rotation. നമുക്ക് നോക്കാം എർത്ത് റൊട്ടേഷൻ. ഇപ്പൊ നമ്മൾ സണ്ണിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് നൈറ്റില് നമ്മുടെ സ്റ്റാർസ് എങ്ങനെയാണ് അങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഇത് ബിയോണ്ട് എർത്ത് എന്ന ഗ്രേഡ് 6 പഠിച്ചിട്ടുണ്ട്. 2 സ്റ്റാർസിനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. ബിഗ് ഡിപ്പർ, അതായത് സപ്തഋഷി എന്ന ഒരു സ്റ്റാർസ്, അതുപോലെ തന്നെ പോളാർ സ്റ്റാർ, അതിന് ധ്രുവ താര എന്നാണ് പറയുന്നത്. സപ്തഋഷി എന്ന് പറയുന്നത്, അതായത് ബിഗ് ഡിപ്പർ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആണോ? അല്ല അല്ലെ. 7 സ്റ്റാർ കൂടുന്ന ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു കപ്പ് പോലെ അല്ലെങ്കിൽ സ്പൂൺ പോലെ തോന്നിക്കുന്ന ഒരു സ്റ്റാർ ആണ് ഈ ബിഗ് ഡിപ്പർ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഇന്ന് ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. അതിന് ഏത് മാസത്തിലാണ് ഒബ്സർവ് ചെയ്താൽ കാണുന്നത്? ഏർലി ഈവനിങ് ബിറ്റ്വീൻ മാർച്ച് ആൻഡ് മെയ്യിൽ. ക്ലിയർ? നമുക്ക് ജസ്റ്റ് ഒരു ആക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഈ പോളാർ സ്റ്റാർ എന്ന് പറയുന്നത് നോർത്തിൽ നിലനിൽക്കുന്ന, അതായത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്ന ഒരു സ്റ്റാർ ആണ് പോളാർ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പൊ അത് അവിടെ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നു. നമ്മുടെ ബിഗ് ഡിപ്പറിനെയാണ് നമ്മൾ നോക്കേണ്ടത്, അത് മൂവ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മളിത് ഇങ്ങനെ നൈറ്റ് അത് വാച്ച് ചെയ്യാൻ നിൽക്കുമ്പോൾ നോട്ട് ഡൗൺ യുവർ ലൊക്കേഷൻ ആൻഡ് ഡേറ്റ് ഓഫ് യുവർ നൈറ്റ് സ്കൈ ഒബ്സർവേഷൻ. ഓക്കെ. ദ ആക്ടിവിറ്റി മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് ഓൺ ദ സെയിം നൈറ്റ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡ്രോ ദ ഓറിയന്റേഷൻ ഓഫ്, അതായത് ഇതിന്റെ ഈ ഒരു മൂവ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാം? ഡ്രോ ചെയ്യണം. ബിഗ് ഡിപ്പറിന്റെ ഇൻ ദ സ്കൈ വിത്ത് റെസ്പെക്ട് ടു ദ പോൾ സ്റ്റാർ. അതായത് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ പോൾ സ്റ്റാറിനെ വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത് ഇത് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഈ നോർത്ത് ഈ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? അതവിടെ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു സ്റ്റാർ ആണ്. ഒരു പോളാർ സ്റ്റാറിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു ബിഗ് ഡിപ്പറിന്റെ ഓറിയന്റേഷൻ നോക്കുന്നത്.
ക്ലിയർ ആയോ? ഇനി ഇൻ കേസ് പോളാർ സ്റ്റാറിനെ കണ്ടില്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ട്രീയോ ബിൽഡിങ്ങോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അതിന്റെ മാർക്ക് ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ടൈമും നമ്മൾ കണ്ട ഒബ്സർവേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആഫ്റ്റർ 2 hours വെച്ചിട്ടാണ് നമ്മൾ ഈ ഓരോ ആ നൈറ്റ് തന്നെ നോക്കണം. ഓരോ 2 hours ആ ബിഗ് ഡിപ്പർ എവിടെയാണ് നിൽക്കുന്നത് എന്നിങ്ങനെ നോക്കണം. നമ്മൾ സണ്ണിന്റെ പൊസിഷൻ നോക്കിയതുപോലെ. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഇത് മൂവ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഈ എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സണ്ണ് റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ തോന്നുന്നത് പോലെ സ്റ്റാർ പോകുന്നുണ്ടോ എന്ന് നോക്കാനാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പോൾ ഈ 7 PM നമ്മൾ നോക്കിയപ്പോൾ ബിഗ് ഡിപ്പർ ദാ ഇവിടെ ആയിട്ടാണ് നിന്നത്. ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനെ വെച്ചിട്ട് വേണം നമ്മൾ നോക്കാൻ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അത് കഴിയുമ്പോൾ 9 PM നോക്കി, പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ നോക്കി. അപ്പൊ ഇതിന്റെ പൊസിഷൻ നിങ്ങൾ കണ്ടോ? ഇതാ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നില്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി, നമുക്ക് ആ സണ്ണ് തോന്നുന്നത് പോലെ തന്നെ സ്റ്റാർസും മൂവ് ചെയ്യുന്നത് എർത്തിന്റെ മൂവ്മെന്റ് കാരണമാണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ നോർത്ത് ഈ ഒരു പോളാർ സ്റ്റാറിനെ നമ്മൾ എടുക്കാൻ കാരണം എന്താണ്? എർത്തിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ലെ, നമ്മുടെ എർത്തിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ ഒരു അടുത്ത്, അതായത് അടുത്ത പോലെയാണ്, വെരി ക്ലോസ് ടു ദ പോളാർ സ്റ്റാർ എന്ന് പറയുന്നത്. the earth axis of rotation points very close to the polar star in the northern hemisphere. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അത് ഫിക്സഡ് ആയിട്ട് നമ്മൾ എപ്പോഴും എർത്തിന്റെ റൊട്ടേഷൻ എന്ത് വെച്ചിട്ടാണ് നോക്കുന്നത്? എർത്തിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വെച്ചിട്ടാണ് അല്ലെ. അതുപോലെ നമ്മൾ അവിടെ അതിന്റെ ഒരു അടുത്തായതുകൊണ്ടാണ് ഈ ഒരു പോളാർ സ്റ്റാർ നമ്മൾ യൂസ് ചെയ്തത്. Therefore the polar star appears nearly stationary in the sky from the earth. All the stars appears to move around it. എന്നിട്ട് അതിന് ചുറ്റും എന്താണ് ബാക്കി സ്റ്റാർസ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. ജസ്റ്റ് ലൈക്ക് എ സൺ. The moon also appears to rise in the eastward direction and set in the westward direction because the earth rotates from the west to east. അതുപോലെ തന്നെ മൂൺ ഓൾസോ അപ്പിയേഴ്സ് എന്താണ്? റൈസ് ഇൻ ദ ഈസ്റ്റ്വേർഡ് ഡയറക്ഷൻ ആൻഡ് സെറ്റ് ഇൻ ദ വെസ്റ്റ്വേർഡ് ഡയറക്ഷൻ. ബിക്കോസ് എന്താണ്? എർത്ത് റൊട്ടേറ്റ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? കുറച്ച് ടഫ് ആയിട്ടൊക്കെ തോന്നും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റോടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ.